ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചർച്ചകൾ തുടരുമ്പോൾ പഴയ ഒരു സംഭവം ഉയർത്തിക്കൊണ്ടുവരികയാണ് CPIM. 4 പതിറ്റാണ്ട് മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന മോഷണം. UDF ഭരണകാലത്താണ് ഗുരുവായൂരിൽ തിരുവാഭരണ മോഷണം നടന്നത്. ആ കേസ് തെളിയിക്കാനോ സ്വർണം കണ്ടെത്താനോ UDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MV ഗോവിന്ദന്റെ ആരോപണത്തിന് ഇന്ന് K മുരളീധരൻ മറുപടി പറഞ്ഞു. കാണാതായ തിരുവാഭരണം അമ്പലക്കുളത്തിൽ നിന്ന് കണ്ടെത്തി. K കരുണാകരന്റെ ശ്രമഫലമായാണ് കേസ് തെളിഞ്ഞതെന്നും K മുരളീധരൻ പറഞ്ഞു. വിലമതിക്കാനാവാതെ ഗുരുവായൂരിൻ്റെ തിരുവാഭരണം നഷ്ടപ്പെട്ടു. അന്ന് കരുണാകരനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മോഹനേന്ദ്രനാണ് അതിൻ്റെ അന്നത്തെ ബോർഡ് ചെയർമാൻ. ഇന്നേ വരെ കിട്ടിയില്ല, ഒരു തരി സ്വർണം കിട്ടിയില്ല. വിലമതിക്കാനാവാതെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു അത്. അതിനാണ് തിരുവാഭരണം എന്ന് പറയുക. ആ തിരുവാഭരണം ഗുരുവായൂരപ്പൻ്റെ പോയിട്ട് കിട്ടിയില്ല. സ്വർണ്ണാഭരണം കാണാതെന്നുള്ള വാസ്തവമാണ്. അത് അമ്പലക്കുളത്തുനിന്ന് വറ്റിച്ചപ്പോൾ കിട്ടി. അതിൻ്റെ പേരിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന കരുണാകരനെ കുറ്റം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി തന്നെയാണ് അത് കണ്ടെത്തിയത്. കട്ടാൽ കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഇത് കട്ടിച്ച് കീശയിലിടുകയാണ്, അതാണ് കുഴപ്പം. 4 പതിറ്റാണ്ട് മുൻപ് നടന്ന ഗുരുവായൂർ ദേവസ്വം മോഷണം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിരോധത്തിലായ ഇടതുമുന്നണിയെ രക്ഷിക്കാൻ മോഷണ ചരിത്രം വീണ്ടും പൊതുചർച്ചയിൽ എത്തിച്ചു. കാണാം കേരളത്തെ ഞെട്ടിച്ച ആ മോഷണ വാർത്തയുടെ ചരിത്രം. 1985 മാർച്ച് 31 സംഭവം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കാണാതായി. 210 ഗ്രാം തൂക്കമുള്ള 3 തിരുവാഭരണങ്ങളാണ് മോഷണം പോയത്. 24 നീലക്കല്ലുകളും അമൂല്യരത്നങ്ങളും പതിച്ച 60 ഗ്രാം തൂക്കമുള്ള നാഗപടത്താലിയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഇതിനു പുറമെ 45 ഗ്രാം തൂക്കമുള്ള മഹാലക്ഷ്മി മാലയും 90 ഗ്രാം തൂക്കമുള്ള നീലക്കല്ലുമാലയും കാണാതായി. K കരുണാകരനായിരുന്നു അന്ന് മുഖ്യമന്ത്രി. സംഗതി വലിയ രാഷ്ട്രീയ കോളിളക്കമായി. അന്നത്തെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ PT മോഹനകൃഷ്ണൻ തിരുവാഭരണം മോഷ്ടിച്ച് K കരുണാകരന് സമർപ്പിച്ചു എന്നുവരെ ആക്ഷേപങ്ങൾ ഉയർന്നു. 1987 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിവാദം പ്രതിപക്ഷം നന്നായി ഉപയോഗപ്പെടുത്തി. ഫലം വന്നപ്പോൾ K കരുണാകരൻ വീഴുകയും ചെയ്തു. 29 വർഷങ്ങൾക്ക് ശേഷം 2014 ഏപ്രിൽ 25 ക്ഷേത്രക്കിണർ വറ്റിച്ച് പരിശോധന നടത്തിയപ്പോൾ തിരുവാഭരണങ്ങളിൽ നാഗമടത്താലി മാത്രം തിരിച്ചു കിട്ടി. 4 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മോഷണം പോയ മറ്റുള്ള തിരുവാഭരണങ്ങളെക്കുറിച്ച് ഇപ്പോഴും ഒരു തുമ്പുമില്ല. ഇനിയും തെളിയിക്കപ്പെടാത്ത ഗുരുവായൂർ തിരുവാഭരണ മോഷണം ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയ്ക്കിടയിൽ മറ്റൊരു പ്രതിരോധമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.